ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നല്ല ഡ്രൈയും ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ നമുക്ക് നല്ല സിൽക്കി സ്മൂത്ത് ഹെയർ ആക്കി മാറ്റാമെന്നാണ്. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ മാസ്ക് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുമ്പോൾ അരി നല്ലോണം കഴുകി ഇതുപോലെ കഞ്ഞി വയ്ക്കുക. അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം 1 തൊട്ട് 2 ദിവസം വരെ പുളിപ്പിക്കാൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് പുളിപ്പിക്കാത്ത വെള്ളവും ഉപയോഗിക്കാം, പക്ഷേ പുളിപ്പിച്ച വെള്ളത്തിനാണ് കൂടുതലും ബെനിഫിറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ 2 ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തിൽ ആ പുളി ഇറങ്ങുമ്പോൾ ആ pH നമ്മുടെ ഹെയർ സ്കാൽപ്പിൻ്റെ pH ആയിട്ട് മാച്ച് ചെയ്യും. അത് കാരണം തന്നെ അതിലുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം ഞാൻ 2 ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 1/2 കപ്പ് കഞ്ഞിവെള്ളം ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തേക്കണേ. 1/2 കപ്പ് എന്ന് വെച്ചാൽ 150 ml കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു 75 ml കാണും. അതുപോലെ തന്നെ 2 പഴമാണ് എടുത്തേക്കണേ. അപ്പം നല്ല പഴുത്ത് ഇരിക്കുന്ന പഴങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്തുള്ള സിലിക്ക മുടി ഭയങ്കര സോഫ്റ്റ് ആക്കുകയും അതുപോലെ സ്മൂത്ത് ആക്കുകയും ചെയ്യും. അതുപോലെ ആലോവേര ജെൽ മുടിയിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. തൈര് ഞാൻ ഏകദേശം 4 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. തേൻ നമ്മുടെ മുടിയുടെ ഷൈൻ കൂട്ടാനും അതുപോലെ ഓലിവ് ഓയിൽ ആണെങ്കിൽ ആ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓലിവ് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ 2 പഴമാണ് ഞാൻ എടുത്തേക്കണേ. തൊലി സൈഡാണ് ഞാനിപ്പോൾ ഇതെടുക്കണേ. അപ്പോൾ തൊലിനകത്താണെങ്കിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻസ് ഉള്ള കാരണം നിങ്ങളുടെ ഹെയറിലുള്ള ഡാമേജൊക്കെ ഇത് റിമൂവ് ചെയ്യും. അതുപോലെ ഹെയർ ലോസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മുടി റീഗ്രോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി എടുക്കാം, അല്ലെങ്കിൽ തൊലി മാറ്റിയിട്ടാണെങ്കിൽ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു അമൗണ്ട്, ഇതൊരു 2 ആൾക്കുള്ള ഹെയർ പാക്ക് ഉണ്ട് ഏകദേശം. അപ്പം നിങ്ങൾ ഒരാൾ മാത്രമേ ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ കൗണ്ട് ഹാഫായിട്ട് റിഡ്യൂസ് ചെയ്യാം. അടുത്തായിട്ട് നിന്നത് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂണാണ് തൈര്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സ്കാൽപ്പിൽ വല്ല ഇച്ചിനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുടിക്ക് ഒരു ഷൈനും ഒരു സ്മൂത്ത്നെസ് ഒക്കെ തരാൻ യോഗട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ഞാൻ അതിനകത്ത് ആലോവേര പൾപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ആലോവേരയുടെ അകത്തുള്ള പൾപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങളുടെ ഹെയറിലുള്ള നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും മുടിക്കൊരു സിൽക്കി സ്മൂത്ത് ടെക്സ്ചർ വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഞ്ഞിവെള്ളം, അപ്പോൾ ആ കഞ്ഞിവെള്ളമാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കപ്പ് കഞ്ഞിവെള്ളമാണ് ചേർക്കണേ. അപ്പോൾ ഇത് തലയിൽ നമ്മുടെ ഹെയറിലുള്ള മോയ്സ്ചറൊക്കെ റീറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാരണ അരി കുതിർത്തുള്ള വെള്ളമാണെങ്കിൽ ഉപയോഗിക്കാം. ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫെർമെൻറ്റ് ചെയ്ത വെള്ളമാണ് കുറച്ചും കൂടി ബെനിഫിഷ്യൽ. അപ്പോൾ അതുപോലെ 2 ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാം. അത് മുടിക്ക് നല്ലൊരു ഷൈൻ തരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പം ഒരിക്കലും ഉപ്പിട്ട കഞ്ഞിവെള്ളം എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒന്നും തലയിൽ തേച്ച് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മുടെ മുടിയെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിനകത്ത് കുറച്ച് ഓലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓലിവ് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂണോളം ഓലിവ് ഓയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണേ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറുള്ള ആൾക്കാർക്കാണെങ്കിൽ മുടിക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് വരാൻ ഇത് സഹായിക്കും. അതുപോലെ ഓലിവ് ഓയിൽ ആണെങ്കിൽ മുടിക്കൊരു ഷൈനിങ് എഫക്റ്റും കൂടി തരും. അപ്പം നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കാം. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവണം. മുടിയിൽ നമ്മുടെ പുരട്ടാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ തലയോട്ടിയിൽ നല്ലോണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടീൻ്റെ റൂട്ട് തൊട്ട് അതിൻ്റെ എൻഡ്സ് വരെ ഇത് നല്ലോണം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കഴുകി കളയേണ്ടത് ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ടാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യരുത്. അതേപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ വേണം മുടി കഴുകാൻ. ഭയങ്കര ചൂടുവെള്ളമാണെങ്കിൽ നമ്മുടെ തലയോട്ടിയിലുള്ള എല്ലാ ഓയിലും ഇത് റിമൂവ് ചെയ്യും. അപ്പോൾ എപ്പം മുടി കഴുകിയാലും ഷാമ്പു വെച്ച് കഴുകണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കഴുകാൻ. അതുപോലെ
മുടി ഉണക്കാനാണെങ്കിലും ടവൽ വെച്ചിട്ട് തോർത്തരുത്. അത് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് എന്താ പറയുക റാപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ പെട്ടെന്ന് മുടി ഡാമേജായി സ്പ്ലിറ്റൻസ് ഒക്കെ ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബിഫോർ ലുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മുടി ഭയങ്കര ഡ്രൈയും ഫ്രിസി ആയിരുന്നു. ഈ പാക്ക് തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടിയിൽ ഭയങ്കര ഒരു മുടിയുടെ ടെക്സ്ചറിന് തന്നെ നല്ലൊരു വ്യത്യാസം തോന്നി. മുടി കുറച്ചും കൂടി സ്മൂത്ത് ആവുകയും അതുപോലെ കുറച്ചും കൂടി സിൽക്കി ആവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്ക് നിങ്ങൾ എല്ലാവരും വീക്ക്ലി വൺസ് എങ്കിലും തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് മുടിക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇത് ഷെയർ ചെയ്യുക.